എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഞാൻ ഉത്തരം പറയാം. ഒരാൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക്, ഒരു ഹിപ്നോട്ടിക്കൽ നിദ്രയിലേക്ക് പോയതിന് ശേഷം മരിച്ചു പോയ ഒരാളെ ഇനി നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കാണുന്നത് അയാളെ ആയിരിക്കും. അയാളുടെ മുമ്പിൽ അവർ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. പക്ഷേ ഇതൊരിക്കലും അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അവരിട്ടിരിക്കുന്ന വസ്ത്രമുണ്ട്, അവരുടെ കണ്ണുകൾ, മൂക്കുകളുടെ, അവരുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഓൾറെഡി ഉണ്ട്. കാരണം മനസ്സിനെ 3 സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. അതൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഒരു കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസൻറ്റ് മൂമെൻ്റ് ആണ്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വന്നില്ലേ, വാതിലെ മുട്ടി, ഇവിടെ വന്നു, നമ്മളിരുന്നു, ജ്യൂസ് കുടിച്ചു, ഇതൊക്കെ നിങ്ങൾ നാളെയും ഓർക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കാണാം, നമ്മൾ അന്ന് വീട്ടിൽ വന്ന് നമ്മൾ എടുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ സാധനം, ആ ഡേറ്റ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരു 1ാം ക്ലാസ്സിൽ പോയത് മുതൽ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെയുള്ള സകല ഡേറ്റയും അവിടെയുണ്ട്. അപ്പോൾ കോൺഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മളൊന്ന് ട്രാവൽ ചെയ്ത് കോൺഷ്യസിനെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലാക്കി ഇതിനെ ഉണർത്തുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ. അപ്പോൾ അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റയും കിടക്കുന്നത്. നമ്മൾ കണക്കിൻ്റെ പട്ടിക പഠിച്ചിട്ടുണ്ട്, ABCD കണ്ടാൽ അറിയാം. ഇതെല്ലാം നമ്മുടെ മെമ്മറി കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ താങ്കളൊരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മൂവിയാണ് അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്നുണ്ടെങ്കിൽ താങ്കൾ ഏതോ സമയങ്ങളിൽ കണ്ടതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതും ഒക്കെ കാരണമാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ അവിടെ വന്നിച്ച് നമ്മൾ ചില കറക്ഷൻസ് അല്ലെങ്കിൽ പുതിയ ഒരു സ്ക്രിപ്റ്റ് നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റും ഇതിനോട് ഡൈവേർട്ടായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാലൂസിനേഷണൽ തോട്ട് ഡെവലപ്പ് ആകും. മരിച്ചയാൾ മുമ്പിൽ കാണും. ഇതാണ് ചെയ്യുന്നത്. അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല.